അവളൊരു അഭിസാരികയായിരുന്നു. മന്ദാകിനി എന്നായിരുന്നു അവളുടെ പേര്. ഒരിക്കൽ അവൾ തൻ്റെ മക്കളെയും കൊണ്ട് വീടിനടുത്തുള്ള സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ചെന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾ ഒരു വേശ്യയുടെ മക്കൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനെ എതിർത്തു. തെറ്റുകാരി അമ്മയല്ലേ, അതിന് നിങ്ങളെന്തിനാ നിരപരാധികളായ ആ പാവം കുട്ടികളുടെ വിദ്യാഭ്യാസം തടയുന്നത്? സ്കൂൾ പ്രിൻസിപ്പൾ അവരോട് ചോദിച്ചു. മാതാപിതാക്കൾ കണ്ടല്ലേ മക്കളും വളരുന്നത്. അമ്മയുടെ സ്വഭാവം ചിലപ്പോൾ മക്കളും കാണിച്ചെന്ന് വരും. അതുകൊണ്ട് ആ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്താൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുട്ടികളെ വേറെ നിങ്ങൾ സ്കൂളിൽ കൊണ്ട് ചേർക്കും. മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾ ഭീഷണി മുഴക്കിയപ്പോൾ സ്കൂൾ അധികൃതർ അവർക്ക് വഴങ്ങി. അങ്ങനെ പ്രിൻസിപ്പൾ അഡ്മിഷൻ കൊടുക്കാതെ മന്ദാകിനിയെയും കുട്ടികളെയും പറഞ്ഞു വിട്ടു. മറ്റു സ്കൂളുകൾ ദൂരെ നഗരത്തിലായതുകൊണ്ടും അവിടുത്തെ ഉയർന്ന ഫീസുകൾ അടക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടും മന്ദാകിനി മകളെ വീട്ടിലിരുത്തി തനിക്കറിയാവുന്ന പോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അവൾക്കൊരു ലോട്ടറി അടിച്ചു. അതൊരു വലിയ തുകയായിരുന്നു. ആ പൈസ കൊണ്ട് നാട്ടിൽ തന്നെ മന്ദാകിനി കുറച്ച് സ്ഥലം വാങ്ങി. അവൾ അവിടെ പുതിയൊരു സ്കൂൾ പണിതു. നഗരത്തിലെ പേരുകേട്ട സ്കൂളുകളേക്കാൾ ഉയർന്ന നിലവാരവും സൗകര്യമുള്ള സ്കൂളായിരുന്നത്. ഏറ്റവും മികച്ച അധ്യാപകരെ ഉയർന്ന ശമ്പളം കൊടുത്ത് അവൾ അവിടെ നിയമിച്ചു. നാട്ടിലെ പുതിയ സ്കൂളിൽ പ്രവേശനവും തുടർന്നുള്ള പഠനവും തികച്ചും സൗജന്യമെന്ന് പരസ്യം കണ്ടപ്പോൾ നിരവധി ആളുകൾ തങ്ങളുടെ മക്കളുടെ TCക്ക് വേണ്ടി നിലവിലെ സ്കൂൾ അധികൃതരെ സമീപിച്ചു. ആ സ്കൂൾ ആരുടേതാണ് നിങ്ങൾക്കറിയില്ലേ? അവരുടെ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികൾ പഠിച്ചാലേ അവരും വഴിതെറ്റി പോവില്ലേ? സ്കൂൾ അധികൃതർ TCക്ക് വന്നവരെ നിരുത്സാഹപ്പെടുത്തി. അതിനെന്താ, ആ ഒരു വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ തൊഴിലിന് പോയി എന്ന് വെച്ച് അവരവിടെ പഠിപ്പിക്കുന്ന വേശ്യാവൃത്തി ഒന്നുമല്ലല്ലോ. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് തന്നെയല്ലേ. അതും യാതൊരു ഫീസും വാങ്ങാതെ ഇതിലും നല്ല അധ്യാപകരെ വെച്ച്. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. സാറ് TC തരാൻ നോക്ക്. മുമ്പ് മന്ദാകിനി എതിർത്ത് സംസാരിച്ചവരുടെ മനോഭാവം എത്ര പെട്ടെന്നാണ് മാറിയതെന്നോർത്ത് സ്കൂൾ മാനേജ്മെന്റ് അന്തം വിട്ട് നിന്നു. TC വാങ്ങിയവരെല്ലാം അടുത്ത ദിവസം തങ്ങളുടെ മക്കളുടെ അഡ്മിഷന് വേണ്ടി മന്ദാകിനിയുടെ സ്കൂളിലേക്ക് ഓടിയെത്തി. ഒരിക്കൽ തന്നെ പുച്ഛിച്ചവരും കല്ലെറിഞ്ഞവരും തൻ്റെ മുമ്പിൽ വിനയാന്യതരായി നിൽക്കുന്ന കണ്ട് മന്ദാകിനിക്ക് സന്തോഷം തോന്നി. എല്ലാവർക്കും അഡ്മിഷൻ തരാം, അതും സൗജന്യമായി തന്നെ. നിങ്ങളുടെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവരെ നിങ്ങൾ യാതൊരുവിധ ഫീസ് ഇവിടെ അടക്കേണ്ടതില്ല. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ചെറിയൊരു സഹായം ഈ സ്കൂളിന് വേണ്ടി ചെയ്തിരേണ്ടി വരും. മന്ദാകിനി അവിടെ കൂടുന്നവരോടായി പറഞ്ഞു. എന്താണ് മാഡം, പറയൂ, ഞങ്ങൾ ചെയ്യാം. അവർ തന്നെ മാഡം എന്ന് വിളിച്ച് സംബോധന ചെയ്തപ്പോൾ മന്ദാകിനിക്കുള്ളിൽ ചിരി പൊട്ടി. ഈ സ്കൂളിൽ ആകെ സീറ്റിൽ 25% മാറ്റിവെച്ചിരിക്കുന്നത് ലൈംഗിക തൊഴിലാളികളുടെ മക്കൾക്കായിട്ടാണ്. പക്ഷേ നിലവിൽ അങ്ങനെയുള്ള 2 കുട്ടികൾ മാത്രമേ ഇവിടെയുള്ളൂ. അത് എൻ്റെ മക്കളാണ്. ബാക്കി കുട്ടികളെ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഒരുപാടൊന്നും വേണ്ട, ഒരു പേരന്റ് അങ്ങനെയുള്ള ഒരു കുട്ടിയെ കണ്ടെത്തി തന്നാൽ മതി. അതിന് നിങ്ങൾ തയ്യാറാണോ? മന്ദാകിനിയുടെ ചോദ്യത്തിനു മുമ്പിൽ കേട്ടുന്നവരെല്ലാം പകച്ചുപോയി. കുട്ടികളുമായി വന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നോക്കി. നമ്മളിതെവിടെ പോയി കണ്ടുപിടിക്കാനാ? അതൊന്നും നടക്കില്ല, നിങ്ങൾ വാ, ഫീസ് എങ്ങനെയാണ് ഉണ്ടാക്കി നമുക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കാം. ഭാര്യമാർ ഭർത്താക്കന്മാരോട് അടക്കം പറഞ്ഞു. നിക്ക്, ഒരാൾ ഒരു കുട്ടിയല്ലേ കണ്ടെത്തേണ്ടത്, അത് എവിടുന്നേലും സംഘടിപ്പിക്കാം. ഭർത്താക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് സമ്മതം അറിയിച്ചു. അവിടെ വന്ന ഭൂരിപക്ഷം പുരുഷന്മാർക്കും ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പലരും അവരുമായി ഒന്നിലധികം പ്രാവശ്യം ബന്ധം പുലർത്തിയിട്ടുള്ളവരായിരുന്നു. പകൽമാന്യന്മാർ അങ്ങനെയുള്ളവരെ കണ്ട് ആഗമനദ്വേഷം അറിയിച്ചു. തങ്ങളുടെ മക്കളും സമൂഹത്തിൽ നിലയും വിലയുള്ള മക്കളോടൊപ്പം പഠിക്കുന്നതിൽ ആ തൊഴിൽ ചെയ്യുന്നവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ സ്കൂളിൻ്റെ 25% സീറ്റിലും കുട്ടികളെത്തിക്കാൻ മറ്റു കുട്ടികളുടെ പേരൻസിന് കഴിഞ്ഞു. അതുകണ്ട് മന്ദാകിനിയുടെ മനസ്സ് നിറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട തന്നെ പോലെയുള്ളവരുടെ മക്കളുടെ കൂടി അവകാശമാണ് സമൂഹത്തിലെ മറ്റു കുട്ടികളോടൊപ്പം തന്നെ മികച്ച വിദ്യാഭ്യാസം നേടുക എന്നത്. അത് നേടിയെടുക്കാൻ മാത്രമല്ല, ഒരിക്കൽ തന്നെ അപമാനിച്ചവരോടുള്ള പ്രതികാരം തീർക്കാനും തനിക്ക് കഴിഞ്ഞതിൽ മന്ദാകിനി അഭിമാനം കൊണ്ടു.